സോ ഗൈസ് അങ്ങനെ ബിഗ് ബോസ് തീരാനായിട്ട് വെറും രണ്ടാഴ്ച മാത്രം. വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം നെവിന് വലിയൊരു പണിഷ്മെന്റ് ബിഗ് ബോസ് ടീം കൊടുത്തു. അപ്പൊ ഞാൻ എന്റെ ലാസ്റ്റ് റിവ്യൂവിനകത്ത് പറഞ്ഞ കാര്യമാണ്, എനിക്ക് ആ പണിഷ്മെന്റിനോട് തീരെ യോജിപ്പില്ല. അത് ഒട്ടുമിക്ക എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണോ തോന്നിയത്, കാരണം നെവിന് പണിഷ്മെന്റ് കൊടുക്കാം, ഇല്ല വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ പണിഷ്മെന്റിന് പല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വേറെ എന്ത് വേണമെങ്കിൽ ഇപ്പൊ അവൻ കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. അവൻ ഫുൾ ഈ ആഴ്ച മൊത്തം കിച്ചണിൽ ഒറ്റയ്ക്ക് ഡ്യൂട്ടികളെന്ന് പറഞ്ഞ് വേണമെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കാം, പാത്രം കഴുകൽ പണിഷ്മെന്റ് കൊടുക്കാം, ബാത്റൂം കഴുകൽ പണിഷ്മെന്റ് കൊടുക്കാം, ഫ്ലോർ ക്ലീനർ പണിഷ്മെന്റ്. കാരണം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുന്നേ അനുമോള് ആരിന്റെയും ജിസേലിന്റെയും കാര്യത്തില് അല്ലേ ഒരു പ്രസ്താവന പറഞ്ഞ സമയത്ത്, ഒരു മോശപ്പെട്ട പ്രസ്താവന പറഞ്ഞപ്പോഴത്തേക്കും ലാലേട്ടനും ബിഗ് ബോസും അനുമോൾക്ക് എതിരായിരുന്നു. അനുമോള് ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്. എന്റെ അർത്ഥം അനുമോള് കള്ളത്തരം ചെയ്തു എന്നോ എന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അനുമോള് ചെയ്തത് ഒരു മോശം പ്രവൃത്തിയാണെന്ന് ബിഗ് ബോസ് തന്നെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അനുമോൾക്ക് എന്താ ശിക്ഷ കൊടുത്തേ? മറ്റുള്ള ആൾക്കാരുടെ വസ്ത്രം കഴുകുക. അത് അനുമോള് മാത്രമല്ല, എല്ലാവരും വസ്ത്രം കഴുകാനാണ് പറഞ്ഞത്. ലക്ഷ്മിക്ക് ഇതേപോലെ ഒണിയന്റെ വിഷയത്തിനകത്തും ആദ്യങ്ങളുടെ വിഷയത്തിനകത്തും പണിഷ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോ ഇനി നെവിന് പണിഷ്മെന്റ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു മര്യാദ വേണം, അല്ലാണ്ട് നെവിന്റെ കാര്യത്തിൽ മാത്രം. എന്റെ മനസ്സിൽ ഇപ്പൊ തോന്നുന്നൊരു കാര്യമുണ്ട്. കാരണം ഇപ്പോ ഈ ഒരു വീക്കിൽ മൊത്തം മണി ടാസ്കിന്റെ പരിപാടീസാണ്. ഞാൻ ആദ്യം കരുതിയിരുന്നത് ഒരു പെട്ടി മാത്രം വെക്കുന്ന, പക്ഷെ ഇത് അങ്ങനെയല്ല, പല ടാസ്കുകൾ വെക്കുന്നുണ്ട്. അത് കൊള്ളാം. അപ്പോ ലാസ്റ്റ് പണപ്പെട്ടി ടാസ്ക് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉണ്ട്. അത് വിന്നറിന്റെ എമൗണ്ടിന് കുറയുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ മനസ്സിൽ കാണുന്നത്, ഇപ്പോ പല ടാസ്ക് വെക്കുമ്പോഴത്തേക്കും നെവിൻ അതിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ പെട്ടി ടാസ്ക് വെക്കുമ്പോൾ ഇത്ര മറ്റുള്ള ടാസ്കിൽ നെവിൻ പങ്കെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ പെട്ടി ടാസ്കിൽ നെവിൻ പങ്കെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ന്യായമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറയുകയാണ്, ബിഗ് ബോസിന്റെ ടീമിന് ആദ്യം തന്നെ പെട്ടി എടുക്കണമെന്ന് അവർക്കൊരു ഉദ്ദേശം കാണുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്ന പേഴ്സണലി. കാരണം അല്ലെങ്കിൽ ഇവിടെ ആരും പെട്ടി എടുക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ അനുമോൾ എടുക്കുവോ പെട്ടി? എടുക്കില്ല. അനുമോൾ അങ്ങനെ പെട്ടി എടുക്കില്ല. അനീഷ് എടുക്കുവോ? എടുക്കില്ല. ഷാനവാസ് എടുക്കുവോ? എടുക്കില്ല. അക്ബർ എടുക്കുവോ? എടുക്കില്ല. സാബുമാൻ, അങ്ങനെ ഒരാളുണ്ട് അവിടെ, ഞാൻ മറന്നു. സാബുമാൻ പെട്ടി എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ തലയിലേക്ക് പെട്ടി എടുക്കണം എന്നുള്ള ചിന്ത പ്രോസസ് ചെയ്ത് ആ പെട്ടിയിലേക്ക് അവന്റെ കൈ എത്തുമ്പോഴത്തേക്കും പെട്ടിയും കൊണ്ട് ഒരാൾ പുറത്ത് വീട്ടിലെത്തിയിട്ടുണ്ടാവും. അപ്പൊ സാബുമാനും ചാൻസ് കുറവാണ്. പിന്നെ ആരാണ് ആ കൂട്ടത്തിൽ 8 പേരുടെ കൂട്ടത്തിൽ പിന്നെ എടുക്കാൻ ചാൻസ്? 100 എടുക്കില്ല. പിന്നെ എടുക്കാൻ ആദില ഓർ നെവിനാണ്. അപ്പൊ നെവിൻ പെട്ടി എടുക്കാൻ നെവിനെ സമ്മതിപ്പിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആദിലക്ക് ഈ പെട്ടി കിട്ടും. എനിക്ക് പിന്നെ എന്തിനാണ് നിങ്ങൾ ടാസ്ക് വെക്കുന്നത്? എന്റെ ആവശ്യമില്ലല്ലോ. കാരണം ഒരു ടാസ്ക് അവിടെ നടത്തുമ്പോഴത്തേക്കും നമ്മൾ മുൻകൂട്ടി തിരിച്ചറിയുകയാണ് ആദ്യം തന്നെ പെട്ടി എടുക്കും. അപ്പൊ അതിനെ മാത്രമല്ല, അപ്പൊ അതിൽ ഡിസർവിംഗ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നെവിൻ ഡിസർവിംഗ് ആണ് ആ പെട്ടി എടുക്കാനായിട്ട്. ബിക്കോസ് അവൻ ഇന്ന് സെന്റിമെന്റൽ ആയിട്ട് പറഞ്ഞ ഓരോ കാര്യങ്ങൾ, അത് പേഴ്സണലി എനിക്കിത് ബുദ്ധിമുട്ട് തോന്നി. കാരണം എടുത്തെടുത്ത് ബിഗ് ബോസിന്റെ ടീം അംഗങ്ങൾ അത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് അതേപോലെ നെറുകേട് കാണിക്കില്ല എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഈ ടാസ്കിലൊക്കെ നെവിനെ പണപ്പെട്ടി എടുപ്പിക്കണ്ട. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ആ വലിയ ടാസ്ക് വരുമ്പോഴത്തേക്ക് 10 ലക്ഷം വെക്കാം, 7 ലക്ഷം വെക്കാം, 5 ലക്ഷം വെക്കാം. അതിനകത്ത് ഉറപ്പായിട്ടും നെവിന് ആ പണപ്പെട്ടി എടുക്കാനായിട്ടുള്ള റൈറ്റ് അവന് കൊടുക്കണം. കാരണം അതിൽ അത്രയും പണിഷ്മെന്റിന് അർഹനല്ല. കാരണം മറ്റുള്ള ആൾക്കാർക്ക് ബിഗ് ബോസിന് അണിയറ പ്രവർത്തകര് വലിയ പണിഷ്മെന്റ് ഒന്നും കൊടുക്കാണ്ട് തലോടിയും നിങ്ങൾ ഉപദേശിച്ചും വിട്ടിട്ട് ഒരാളെ മാത്രം അയാൾക്ക് കിട്ടേണ്ട പണം, ഒരാൾക്ക് ജീവിക്കാൻ അടിസ്ഥാനം പണമാണ്. നെവിന്റെ പെർ ഡേ പേയ്മെന്റ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറവ് ബിഗ് ബോസ് സീസൺ 7 പെർ ഡേ പേയ്മെന്റ് വാങ്ങിക്കുന്നവൻ നെവിനാണ്. ആ നെവിന് നിങ്ങൾ ഇനി പണം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിഗ് ബോസിന്റെ എത്ര ആൾക്കാർ അവിടെ. ഷാനവാസ് അവിടെ തെറ്റ് ചെയ്തിട്ടില്ലേ? അനീഷിന് എത്രത്തോളം? ഓക്കെ, അനീഷ് തെറ്റ് അങ്ങനെ ഒരു മറ്റുള്ള മത്സരാർത്ഥികളെ അധിക്ഷേപിച്ചൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഷാനവാസ് അവിടെ തന്തക്കും തള്ളക്കും വിളിച്ച് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. ഫിസിക്കലി ആരെയും ഉപദ്രവിച്ചതിന്റെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ? ലക്ഷ്മിയോട് അത്ര വൃത്തിയോട് സംസാരിച്ചിട്ടുണ്ട്, അനുമോൾ അത്ര വൃത്തിയോട് സംസാരിച്ചിട്ടുണ്ട്. ഇവർക്ക് 3 പേർക്കും കൊടുക്കാത്തൊരു പണിഷ്മെന്റ് ഒരു കാരണവശാലും ശരി അതിന് നെവിൻ അർഹനല്ല. ഞാൻ വീണ്ടും ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. അപ്പൊ ഇനി നെവിന്റെ PR, നെവിനെ പരിചയമുള്ള സിജോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇവിടെ ചൊറിച്ചിലുമായിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറിയിടുന്ന മാന്തിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു ഗെയിമിന് ഞാൻ എന്റെ ഗെയിം വ്യൂലാണ് കാണുന്നത്. എനിക്ക് ഇന്നാളെ സപ്പോർട്ട് ചെയ്യണം, ഇന്നാളെ ജയിപ്പിക്കണമെന്ന് എനിക്ക് അതുണ്ടെന്നില്ല. കാരണം എന്റെ വീട്ടിലേക്ക് പൈസയും കിട്ടൂല, കാശും കിട്ടൂല, എനിക്കൊരു ഗുണം ഉണ്ടാകാനും പോകുന്നില്ല. ഞാൻ ഓൾറെഡി ബിഗ് ബോസിൽ പോയി ആ പരിപാടി അവസാനിപ്പിച്ച ആളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആരും അവിടെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ കണ്ണിൽ കാണുന്ന കാര്യം എനിക്ക് പറയണമെന്നുണ്ട്. ഇതേ ഞാൻ തന്നെ നെവിൻ എത്രയോ എതിർത്തിട്ടുണ്ട്. നെവിന്റെ കാര്യത്തിൽ നെവിൻ കാണിക്കുന്ന കഴിഞ്ഞ ആഴ്ച നെവിൻ കാണിച്ച പരിപാടിയോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. ഞാൻ നെവിനെ കംപ്ലീറ്റ്ലി ഞാൻ എതിർത്തതാണ്. പക്ഷെ നെവിന് ഈ പണപ്പെട്ടി എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ശക്തമായി ഞാൻ അതിനെ എതിർക്കുന്ന ആളാണ്. അത് നടപടിയുള്ള കേസ് കേട്ടല്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ അതിനെ ഒരു രീതിയിൽ ഞാൻ ബിഗ് ബോസിന്റെ ആ നടപടിയോട് എനിക്ക് ഒരു സപ്പോർട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇനി
ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അക്ബർ ആൻഡ് നെവിൻ ഫോക്കസ്ഡ് ആണ് ഇന്നത്തെ എപ്പിസോഡ്. അത് ബിഗ് ബോസിന്റെ ഒരു സൈക്കോളജിയാണ്. കാരണം ഒരാൾക്ക് വലിയ പണിഷ്മെന്റ് കൊടുത്തിട്ട്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പൊ ബിഗ് ബോസുമായിട്ട് ഞാൻ അടുപ്പമുള്ളതുകൊണ്ടാണ് എനിക്ക് ബിഗ് ബോസിനെ വിമർശിക്കാനായിട്ടുള്ള ഒരു നിങ്ങൾക്ക് വിമർശിക്കാം, എനിക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം. അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്ക് അടുപ്പമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എനിക്ക് ബിഗ് ബോസ് തെറ്റ് കാണിച്ച തെറ്റാണെന്ന് എനിക്ക് പറയാം. പക്ഷെ ഇന്ന് ബിഗ് ബോസ് കാണിച്ച വേറൊരു സൈക്കോളജിക്കൽ മൂവ് ഉണ്ട്. അത് എത്ര പേർക്ക് കണക്ട് ആയെന്ന് എനിക്കറിയില്ല. അതായത് നെവിനെയും അക്ബറിനെയും ഇന്നത്തെ എപ്പിസോഡിൽ ഫോക്കസ്ഡ് ആയിട്ട് കാണിക്കുമ്പോൾ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഹൗസ് എങ്ങനെ പോകുന്നത് അറിയാവോ? 6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇപ്പുറത്ത്, 2 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇപ്പുറത്ത്. അത് ഇന്ന് വിസിബിൾ ആണ്, പക്കാ വിസിബിൾ ആയിരുന്നു. സ്വാഭാവികമായിട്ട് പ്രേക്ഷകർക്ക് നെവിനോടും അക്ബറിനോടും ഒരു സിമ്പതി വർക്കൗട്ട് ആവും. പ്രത്യേകിച്ച് നെവിൻ ഇത്രയും പണിഷ്മെന്റ് കിട്ടുക, നെവിൻ സങ്കടപ്പെട്ടിന്ന്, അതായത് ഓരോ ആൾക്കാരും കാരണം നെവിൻ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ ഞങ്ങൾ തമ്മിൽ ഒരു 3 തവണ സംസാരിച്ചിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ നെവിനെ? ഞാൻ ഒരിക്കലും കണ്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടില്ല. അപ്പം അവൻ്റെ അടുത്ത് വന്ന് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ എനിക്ക് പറഞ്ഞിട്ടുള്ളവരാണ്, എനിക്ക് ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് പറഞ്ഞൊരു വേർഡ് ഉണ്ട്, സിജോപ്പർ, ഞാൻ ലൈഫിൽ ഇതുവരെ ഞാനൊന്നും ആയിട്ടില്ല, ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല, എനിക്കൊന്നും നേടാനായിട്ട് ഇതുവരെ ലൈഫിൽ പറ്റിയിട്ടില്ല, എനിക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെപ്പോലെ കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യും എന്ന് എനിക്ക് അവൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഞാനിന്ന് എൻ്റെ അടുത്ത് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ട്, അയാൾ ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവന് എല്ലാം ജീവിതത്തിൽ നേടിയൊരിക്കലും ഞാൻ പറയില്ല. അത് നമ്മളൊക്കെ അറിയാം. പോകുക, കുറച്ചുള്ള അതിന്റെ ഫെയിം അനുഭവിക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വേറെ ആൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുക. ഇതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ നെവിൻ, അവൻ ആരും അറിയപ്പെടാത്തൊരു വ്യക്തിയിൽ നിന്ന്, ഒരു സീറോയിൽ നിന്ന് നെവിൻ ഒരു ഹീറോയാണ്. അപ്പോൾ അവന്റെ ആ കണ്ണുനീരിന്ന് ഞാൻ നേരിട്ട് എനിക്കത് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതെനിക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ബിക്കോസ് എൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് എനിക്കത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ജെന്യുവൻ ആയിട്ടാണ് അവൻ ആ വേർഡ്സ് അവനവിടെ പറഞ്ഞത്. അതായത് തീർച്ചയായിട്ടും അതിലെ നൂറ് ഒരുപാട് എനിക്ക് അവരെ അറിയാവുന്ന പിള്ളേരെ എനിക്കറിയാം, അതിലെ നൂറിനെ എനിക്കറിയാം, അവരുടെ സ്ട്രഗിൾസും ബുദ്ധിമുട്ടും നമുക്കറിയാം, അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന കാര്യങ്ങൾ എനിക്കറിയാം. എനിക്ക് ഈ 3 പേരെയും പേഴ്സണലി പരിചയമുണ്ട്. എന്റെ വിവാഹത്തിന് അതിലെ നൂറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോ ഇവരെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം ഞാൻ പറയാം. ആദിലും നൂറയും ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർക്കുക, അല്ലെങ്കിൽ ലാസ്റ്റേ പറയത്തുള്ളായിരുന്നു. ഇന്ന് ഈ എപ്പിസോഡ് തീരുമ്പോഴത്തേക്കും ആദിലെ നൂറയുടെയും ഒരു ഇതുണ്ട്, ബൈറ്റ് ഉണ്ട്. അത് ഈ 100 എപ്പിസോഡ് പരിശോധിച്ചാൽ അങ്ങനത്തെ ഒരു 10-15 ബൈറ്റ് കിട്ടും, എപ്പിസോഡ് കട്ട്. അതായത് ഇവരുടെ ഒരു ഡിസ്കഷൻ ഉണ്ട് ലാസ്റ്റില്. അതായത് നമ്മളെ ഇത്രയും ബിഗ് ബോസ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതാണ്. ഒരു 10 എണ്ണം കാണും മിനിമം 100 എപ്പിസോഡിൽ. നിങ്ങൾ പരിശോധിച്ചാൽ 100 എപ്പിസോഡ് തീരുമ്പോൾ പരിശോധിച്ചാൽ 10 എണ്ണം ബിഗ് ബോസ് തീരാറാകുമ്പോഴത്തേക്കും വാലറ്റോ എന്ന് പറയുമല്ലോ, അവസാനത്തെ 2 മിനിറ്റ് അതിലെ 100യുടെ ഒരു ടോക്ക് ഉണ്ടാവും. ഇത് എനിക്ക് മനസ്സിൽ കത്തിയൊരു കാര്യമാണ്. പരിചയമുള്ള പിള്ളേരൊക്കെ തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് കത്തിയൊരു ചെറിയ പോയിന്റ് ഉണ്ട്. അതിനകത്തൊരു ഗെയിം കൂടെ അവർ കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് അത് അവരുടെ നൈസ് ഗെയിമാണത്. നിങ്ങൾ തലച്ചു നോക്കിയേ, ഓൾറെഡി അതിന് നൂറയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ബിഗ് ബോസ് നമുക്ക് വലിയൊരു പ്ലാറ്റ്ഫോമാണ്, ബിഗ് ബോസ് നമുക്ക് തന്ന ഓപ്പർച്യൂണിറ്റി ഭയങ്കര വലുതാണ്, അതെനിക്ക് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം, അല്ലെ, നമ്മൾ ഇതിനേക്കാൾ വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് ജീവിതത്തിൽ കിട്ടാനില്ല, നമ്മൾ സമൂഹം മൊത്തം ഒറ്റപ്പെടുത്തിരിക്കുകയാണ്. ഈ സാധനം ഒരു വട്ടം പറയുന്നു, 2 വട്ടം പറയുന്നു. അതൊരു സൈക്കോളജിക്കൽ ഗെയിം കൂടെയാണ്. കാരണം നമ്മളുണ്ടാവും പോയിരിക്കുന്ന കരുത്. അപ്പൊ നമ്മളൊരു ദിവസം നമ്മൾ ഒന്നിച്ചുള്ളപ്പം സംഭവിച്ച കാര്യങ്ങളെല്ലാം അത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനകത്ത് അത് നല്ല കാര്യമാണ്, അവർക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അതിനകത്തൊരു ഗെയിം കൂടെ ഉണ്ട്. അതായത് പ്രേക്ഷകർക്ക് ആദിലോടും നൂറയോടും ഒരു സിമ്പതി വർക്ക്ഔട്ട് ആവുന്ന ഒരു പോയിന്റ് ആണ്, ഒരു കണക്ഷൻ കിട്ടുന്ന ഒരു പോയിന്റ് ആണ്. അതെനിക്ക് തോന്നുന്നു ബിഗ് ബോസിനും അറിയാം. അതുകൊണ്ടാണ് ബിഗ് ബോസ് ഒരു 10 എപ്പിസോഡിലെങ്കിലും ആ സാധനം ഇട്ടിട്ടുണ്ട്. അത് നൈസാണ്, ഒരിക്കലും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അവർ സ്റ്റിൽ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ ബിബിന്ന് പുറത്തിറങ്ങി, കാരണം അവർക്ക് ഫാമിലി ഇല്ല, 2 പേരുടെ ഫാമിലി അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടിയാണ് ആ പിള്ളേര് ജീവിക്കുന്നത്. അതിലേക്ക് നൂറേക്ക് പറഞ്ഞാൽ അതിലേ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്തൊരു ഒരു സിമ്പതി അവിടെ വർക്ക്ഔട്ട് ആവാനുള്ള സാധ്യത പ്രേക്ഷകർക്കിടയിൽ ഉണ്ട്. ഞാനത് ഓപ്പൺ ആയിട്ട് പറയുന്നതുള്ളൂ. കാരണം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്ന ആൾക്കാരാണ്. സോ അപ്പൊ നമ്മളത് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് കാരണം അതും ഒരു ഗെയിമാണ്. ഞാൻ പറയുന്നത് ഫേക്ക് ഗെയിം എന്നല്ല ഞാൻ പറയുന്നത്. അത് നല്ല അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന, അവരത് സംസാരിച്ചേ മതിയാവത്തുള്ളൂ. അവർക്കത് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ
അവരുടെ കാര്യങ്ങൾ പറയാനായിട്ട് വേറെ ആരും ഇല്ല. സോ അവരത് പറയണം. അപ്പൊ ഞാൻ ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ബിഗ് ബോസിൽ പണപ്പെട്ടി എടുക്കാനായിട്ടുള്ള ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാള് ആതിരയാണ്. കാരണം സ്ട്രഗിൾ ചെയ്തതുണ്ട്. പക്ഷെ അതെയോ നെവിനും ഉണ്ട്, അപ്പുറത്തെ നെവിനും ഉണ്ട്. അപ്പം നെവിന്റെ കാര്യം നിഷേധിക്കുമ്പോഴാണ് എനിക്കിത് പറയേണ്ടി വരുന്നത്. കാരണം ഒരാൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള രണ്ടാൾക്കാർ, ഓക്കെ, അതിൽ ഒരാളെ തട്ടി മാറ്റിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൽ നെവിനും കൂടെ ഒരു കോമ്പറ്റീഷൻ വന്ന് അതിൽ എടുത്തിട്ട് ഇറ്റ്സ് ഫൈൻ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. നെവിൻ എടുത്താലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലാണ്ട് അത് തട്ടി മാറ്റി കളയരുത് ഒരാളുടെ ഓപ്പർച്യൂണിറ്റി. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്നിട്ട് ആദിലയും നൂറയും നെവിനും ഇവര് ബിഗ് ബോസിലേക്ക് വന്നതേ ഇവർക്ക് ഫെയിമിന് വേണ്ടിയിട്ട് മാത്രമല്ല, അവർക്കൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് കൂടിയാണ്. ജീവിക്കാൻ കാശ് വേണം, പണം വേണം, സാമ്പത്തികം വേണം. അപ്പോ നീ ഇനി പൈസ എടുക്കണ്ട എന്ന് ബിഗ് ബോസ് തന്നെ പറയുമ്പോഴത്തേക്കും ഒരാൾക്ക് ജീവിക്കാനായിട്ടുള്ള അവന്റെ സ്വപ്നവും ആഗ്രഹങ്ങളുമാണ് അതിനോടൊപ്പം തട്ടിത്തെറിപ്പിച്ച് കളയുന്നത്. അവിടെ ഒരു മനസാക്ഷി ഇല്ലായ്മ ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നെവിൻ അക്ബറോട് ഒരു കാര്യം പറയുന്നുണ്ട്. പണപ്പെട്ടി വന്നാൽ ചിലപ്പോൾ ഞാൻ അങ്ങ് എടുക്കും. എന്ത് എങ്ങാനും ബിഗ് ബോസിന്റെ മനസ്സ് മാറിയാലോ, മാറട്ടെ. എന്തായാലും ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, മാറട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. പെട്ടിയായിട്ട് ഒരാള് എനിക്ക് താല്പര്യമില്ല, ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പം മറ്റ് ടാസ്കുകളും ബന്ധമായിട്ട് നടക്കുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാവരുടെയും മൈൻഡ് ഔട്ടായി പോയി. കാരണം ഇവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു ബോക്സുമായിട്ട് ആരെങ്കിലും വന്ന് വെക്കും, പൊക്കം 5 ലക്ഷം 6 ലക്ഷം 10 ലക്ഷം എന്നായിരിക്കും ആ പെട്ടി എടുത്തുകൊണ്ട് പോകാന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് ഇവരുടെ കിളി പോയി, എല്ലാവരുടെയും കിളി അങ്ങ് പോയി. കാരണം പോപ്പർ പൊട്ടി പണം വരുന്നു, ടാസ്കിലൂടെ പണം വരുന്നു, മറ്റേ ഒരു ചെക്ക് എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെവിന് സ്ക്രീൻ സ്പേസ് എന്താ പറയണ്ട, ഇങ്ങനെ ദൈവമായിട്ട് കൊടുക്കുന്നത് പറഞ്ഞല്ലേ, ആ ചെക്ക് കറക്റ്റ് എന്തായാലും കൊള്ളാം ചേട്ടാ. കാരണം അത് അവനത് അക്ബറിന് കൊടുക്കുകയും ചെയ്യും. ഇനി ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് ഞാൻ അനുമോളുടെ കാര്യം അല്ല, അക്ബർ പറയുന്നുണ്ട് പുറത്തിറക്കുമ്പോൾ നീ പൈസ ചോദിക്കും. അത് നെവിൻ ചോദിക്കണമെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ, കാരണം അവൻ ചോദിക്കണം, അല്ല നല്ലത്. പിന്നെ ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ ഒരാളുടെ ഗെയിമിനെ, അതായത് ഈ ഫിനാലയിലേക്ക് ഒരാൾക്ക് എങ്ങനെ വോട്ട് കിട്ടും എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം കൂടെയാണ്. ഇനിയിപ്പോ എല്ലാവരുടെയും ഗെയിമൊക്കെ നമ്മൾ എല്ലാവരുടെയും കണ്ടു കഴിഞ്ഞു. ഇവിടെ അനുമോൾ കിട്ടാൻ വേണ്ടി പോകുന്നൊരു പണിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. സത്യം പറഞ്ഞാൽ അനുമോളുടെ PR ടീമും വിചാരിച്ചിരുന്ന ഒരു പരിപാടി ഇപ്പൊ നടന്നിട്ടില്ല. എന്താന്ന് മനസ്സിലായോ? അനുമോളുടെ PR ടീമും വിചാരിച്ചിരുന്ന ഒരു കാര്യം, ഫിനാലെ ആകുമ്പോഴത്തേക്കും ആദിലയും നൂറയും അനുമോളും ടോപ്പ് 5 ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് മനസ്സിലായോ? അതായത് അനീഷ് വരുന്നു, ഷാനവാസ് വരുന്നു, അനുമോൾ വരുന്നു, ആദില വരുന്നു, നൂറ വരുന്നു. ആര് വിന്നറാവും? അനുമോൾ വിന്നറാവും. ബിക്കോസ് ആദിലയുടെയും നൂറയുടെയും വോട്ട് സ്പ്ലിറ്റ് ആയി പോകും. അല്ലെങ്കിൽ ആദിലയും നൂറയും എവിക്റ്റ് ആകണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ വോട്ട് ആർക്ക് കിട്ടുമായിരുന്നു? അനുമോൾക്ക് കിട്ടുമായിരുന്നു. ഇന്ന് രാവിലെ അനുമോൾ സാരി കൊടുത്ത് ആദിലയും നൂറയും കൊണ്ട് സാരി പിടിപ്പിച്ച് ഇവർ 3 പേരും കൂടെ സാരി കൊടുത്ത് നിൽക്കുന്ന ഒരു സംഭവം. അതായത് ഇവർ 3 പേരും ഇപ്പോ ഒരേ ഒറ്റക്കെട്ടാണ്, അങ്ങനെയാണ് നിൽക്കുന്നത്. ഇവിടെ വരാൻ പോകുന്നൊരു പ്രോബ്ലം, ആദില ഏകദേശം പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകും. ആദിലയുടെ വോട്ട് കംപ്ലീറ്റ് ആർക്ക് പോകും? നൂറയ്ക്ക് പോകും. ഓക്കെ, അനുമോൾക്ക് വോട്ട്, ഒരു വോട്ട് പോലും ആദിലയുടെ വോട്ട് ആർക്ക് കിട്ടില്ല? അനുമോൾക്ക് കിട്ടാനേ പോകുന്നില്ല. ഓക്കെ, ഇനി ആദിലയും നൂറയും ഇല്ലാത്ത ടോപ്പ് 5 എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്നെങ്കിൽ ആദിലയും നൂറയും ചിലപ്പോൾ ടോപ്പ് 5 വരും, അല്ലെങ്കിൽ നൂറ മാത്രം ടോപ്പ് 5 വരും. ഓക്കെ, അനുമോൾക്കൂടെ ഗുണമാകണമായിരുന്നെങ്കിൽ അനുമോളുടെ PR ടീമും ചിന്തിച്ചിട്ടുണ്ടാവും ആദിലയും നൂറയും നേരത്തേക്ക് നേരെ എവിക്റ്റ് ആവണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ വോട്ട് മൊത്തം അനുമോൾക്ക് പോകത്തുള്ളായിരുന്നു. മനസ്സിലായോ? ഇനിയിപ്പോ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും അനുമോൾക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല ഈ പരിപാടി കൊണ്ട്. ഇനിയിപ്പോ സംഭവിക്കാൻ വേണ്ടി പോകുന്ന വേറെ കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. അക്ബർ എവിക്റ്റ് ആയിരിക്കട്ടെ, നെവിൻ എവിക്റ്റ് ആയിരിക്കട്ടെ, ഈ വോട്ട് മൊത്തം വേണ്ടി ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എവിടേക്കെന്ന് അറിയാവോ? അനീഷിലേക്ക് ഫോക്കസ്ഡ് ആവും. ഒരിക്കലും ഷാനവാസിലേക്ക് ഫോക്കസ്ഡ് ആവില്ല, അനീഷിലേക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആവും. എവിക്റ്റായി പുറത്തു വരുന്ന എല്ലാ ആൾക്കാരും എനിക്ക് തോന്നുന്നു ഫിനാലെ വീക്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷാനവാസിന് പോകില്ല. അപ്പോ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഫിനാലെ വീക്കില് ഈ മത്സരാർത്ഥികൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അവരൊരു പ്ലാൻ ചെയ്ത് അവര് കരുതിക്കൂട്ടി അവർ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് തിരിച്ചു വരുന്നതെങ്കിൽ, ബിക്കോസ് ഓൾറെഡി അനുമോളുടെ PR എക്സ്പോസ്ഡ് ആണ്. ഓക്കെ, അനുമോളുടെ PR പക്ക എക്സ്പോസ്ഡ് ആണ്. അനുമോൾക്ക് PR ഇല്ല എന്ന് ആരും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അനുമോളുടെ PR ടീംസ് അവര് ചെയ്ത മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഈ എവിക്റ്റായി വന്ന മത്സരാർത്ഥികളെ അവര് പല റീൽ വീഡിയോസിലൂടെയും കമന്റിലൂടെയും അവര് ഒരുപാട് ഹരാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെയിം ആ സീസൺ 6
അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ എന്തുകൊണ്ടാണ് ആര്യൻ പുറത്തിറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് എത്തിയിട്ട് അനുമോളുടെ PR പറ്റി ശക്തമായിട്ട് എന്തുകൊണ്ട് സംസാരിച്ചു? അല്ലെങ്കിൽ എവിക്റ്റ് ആവുന്ന ഓരോ ആൾക്കാർ എന്തുകൊണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തില്ല? ബിക്കോസ് ഓഫ് അനുമോൾ PR. അപ്പൊ അനുമോളുടെ PR-നെതിരായിട്ട്, അനുമോൾക്കെതിരായിട്ടല്ല, അനുമോളുടെ PR-നെതിരായിട്ട് മത്സരാർത്ഥികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ സീസൺ 1 സംഭവിക്കും. പേളി മാണിക്ക് വിജയിക്കുന്നു എല്ലാവരും കരുതിയിരിക്കുക. പക്ഷെ മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് ആരെ സപ്പോർട്ട് ചെയ്യുന്നു? സാബു ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നു. സാബു ചേട്ടൻ വിന്നറാവും. ഇവിടെ അനീഷിനെ ഓൾറെഡി അനുമോൾക്ക് ഇപ്പോൾ ഒരു ബിഗ് ബോസിന്റെ ഒരു 40% സപ്പോർട്ട് ഉണ്ടെങ്കിൽ അനീഷിനും ഏകദേശം 40% സപ്പോർട്ട് അനീഷിനും ഉണ്ട്. ബാക്കി സപ്പോർട്ടായിരിക്കും ബാക്കിയുള്ള ആൾക്കാർക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 35-30 ഷാനവാസിന് അങ്ങനെയൊക്കെ ആയിരിക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ ആയിരിക്കും അളവെന്ന് വിചാരിച്ചോ? അതായത് ഞാൻ എല്ലാവരും കണക്കെടുക്കുന്നില്ല ഇപ്പൊ തൽക്കാലത്തേക്ക്. ഇവര് 3 പേരാണ് ഇപ്പൊ വിന്നറാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇനിയിപ്പോ ഒന്നും വേണ്ട, ആദില പണപ്പെട്ടി എടുത്തിട്ട് പോയി, നൂറയ്ക്ക് നല്ല സപ്പോർട്ടുണ്ട്. ഇനി ആദിലയുടെ വോട്ട് മൊത്തം നൂറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തെന്നിരിക്കട്ടെ, നൂറയ്ക്കും ചാൻസ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ പെട്ടുപോകുന്ന അനുമോളുടെ ഒരു PR ടീമും അനുമോളുമാണ്. ഇനി ഈ മത്സരാർത്ഥികളെല്ലാം കൂടെ തിരിച്ചു വരുമ്പോഴത്തേക്കും മാസമായിട്ട് അവർ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയും വോട്ട് അങ്ങ് അനീഷിലേക്ക് പോയി കഴിഞ്ഞാൽ അനീഷ് വിന്നർ ആവാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അത് അനുമോള് ഇപ്പോഴും, അനുമോൾക്ക് ആ സംഭവം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ പറയുന്നത് അനീഷ് വിന്നർ ആവുന്ന ഞാൻ പറയുള്ളൂ. കോമണർ വിന്നർ ആവട്ടെ, കാരണം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ കോമണർ വിന്നർ ആയിട്ടൊന്നും ഇല്ല. അനീഷ് എല്ലാ ടാസ്കിലും അനീഷ് പെർഫോമൻസും ചെയ്തിട്ടൊന്നും ഇല്ല. ടാസ്കില് ഇപ്പൊ അവിടെ നിൽക്കുന്ന ആരും തന്നെ ടാസ്കിലെ ബെസ്റ്റ് പെർഫോമർ അല്ല. ഇപ്പൊ നൂറ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തു, അത് ടിക്കറ്റ് ഫിനാലെ മാത്രമേ വിൻ ചെയ്തിട്ടുള്ളൂ. നൂറ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത് ടാസ്കിൽ സൂപ്പറായിട്ട് ഗെയിം കളിച്ചു. അതിന് മുന്നേ ഉള്ള ടാസ്കുകളൊന്നും നൂറയുടെ ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് ടാസ്കുകളൊന്നും വലുതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ അവിടെ നിൽക്കുന്ന ആരും തന്നെ വെർബലി സ്ട്രോങ് ആയിട്ടുള്ളത് എനിക്ക് ആ കൂട്ടത്തിൽ അക്ബർ മാത്രമേ ഉള്ളൂ. വേറെ ആരും വെർബലി സ്ട്രോങ് അല്ല. അനുമോൾ സ്ട്രോങ് അല്ല. ഞാൻ ഈ വെർബലി എന്ന് ഉദ്ദേശിക്കുന്നത് കുൽസിതം വിളിച്ച് പറയുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ പരദൂഷണം വിളിച്ച് പറയുന്നത് വെർബലി സ്ട്രോങ് ആയിട്ട് എനിക്ക് കൂട്ടാൻ പറ്റില്ല. ഞാൻ പറയുന്ന വേർഡ്സ് പവർഫുൾ ആയിട്ട് പറഞ്ഞ് പോയിന്റ് ബൈ പോയിന്റ് വേറെ ഒരു എതിരെ നിൽക്കുന്ന മത്സരാർത്ഥിയെ കീഴ്പ്പെടുത്തുന്ന ഒരു വെർബലി സ്ട്രോങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ കൂട്ടത്തിൽ ആരും തന്നെ അങ്ങനെ ഇല്ല. സോ ഞാൻ അടച്ചാക്ഷേപിക്കുന്നതല്ല, ഇല്ല എന്നുള്ള റിയാലിറ്റി ഞാൻ പറയുന്നെന്ന് മാത്രം. അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും കൂട്ടത്തിൽ എനിക്ക് ഡിസേർവിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അനീഷിനെയാണ്. കാരണം അനീഷ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നല്ല ഗെയിമും ഫേക്ക് ഗെയിമും മറ്റേ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എല്ലാം ഉണ്ട് ആ കൂട്ടത്തിൽ, കള്ളത്തരങ്ങളും ഉടായ്പകളും എല്ലാം ഉണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ഞാൻ അങ്ങനെയാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ആ കൂട്ടത്തിൽ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബാക്കിയുള്ള ആൾക്കാരകത്ത് അതായത് എല്ലാവരും ഈ കൂട്ടത്തിൽ കള്ളത്തരം കാണിക്കുന്നുണ്ട് അല്ലെ, കുറെ ഉടായ്പകൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ഈ കള്ളത്തരങ്ങളും ഉടായ്പകളും കുറച്ചുകൂടെ കുറവുള്ള ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അനീഷിനെ പറയുന്നത്. എന്നെ നേരത്തെ വിളിച്ചിരുന്നില്ല, 2 ദിവസം മുന്നേ വിളിച്ചത്. അല്ല അങ്ങനെ കുറെ ഉണ്ട്. ഇന്ന് അനീഷ് മറ്റേ ബിഗ് ബോസ് അത് എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്നു. ഈ നോമിനേഷൻ എല്ലാരെയും നോമിനേറ്റഡ് ആക്കിയല്ലോ നൂറെ വിളിച്ചിട്ട്. അപ്പം മറ്റേ ഓരോരുത്തർ സ്പീച്ച് പറയാൻ പറയുന്നു. അപ്പൊ നെവിൻ കരഞ്ഞുകൊണ്ട് സ്പീച്ച് പറയുന്നു. അപ്പോൾ അനീഷ സ്പീച്ചിടെ പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ ഈ ബിഗ് ബോസിന്റെ പട്ടി കടന്ന് ഇവിടേക്ക് വന്ന സമയത്ത് എനിക്ക് എന്താണെന്നറിയില്ല. പക്ഷെ 5 വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്തു, 5 വർഷം പഠിച്ച് സീസൺ എല്ലാം കണ്ട് അവിടെ ഉടായ്പ പഠിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നിലനിന്ന് പോകാനുള്ള ഉടായ്പസ് ആണ്, വലിയ വലിയ കള്ളത്തരങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ ഒരു വേണമെങ്കിൽ സ്പോട്ടിൽ ഇതൊക്കെ അപ്പുറത്തേക്ക് കൗണ്ടർ ചെയ്യാം, അവരത് കൗണ്ടർ ചെയ്യുന്നില്ല. ഇനി വേറൊരു കാര്യം ഞാൻ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ഈ ഇത്രയും ഇത് ഞാൻ പറയുമ്പോഴത്തേക്കും ഞാൻ വലിയ മെയിൻ ആണെന്നോ അല്ലെങ്കിൽ ഞാൻ വലിയ മഹാനാണെന്നോ അല്ലെങ്കിൽ ഞാൻ വലിയ ബുദ്ധിമാനാണെന്നോ അതിന്റെ അർത്ഥമില്ല. ഞാനും ഒരു പൊട്ടം തന്നെയാണെന്ന് കൂട്ടിക്കോ. പക്ഷെ എന്നാലും കണ്ണി കാണുന്ന കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ന് ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാം ഇവരുടെ വിചാരം ഈ 13ാമത്തെ ആഴ്ച നോമിനേഷൻ ഉണ്ടെന്ന ഇവരുടെ വിചാരം. ഇത്രയും ബുദ്ധിയില്ല ഇവർക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ആർക്കും ബുദ്ധിയില്ല ആ കൂട്ടത്തില്. ഈ ടിക്കറ്റ് ഫിനാലെ എന്തിനാ വെച്ചതെന്തിനാ? 13ാമത്തെ ആഴ്ച നോമിനേഷൻ ഫ്രീ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നൂറ അടുത്ത വീക്കിൽ നോമിനേറ്റഡ് ആണ്. ഐ മീൻ മിഡ് വീക്ക് എവിക്ഷനിലൂടെ വേണമെങ്കിൽ നൂറയും പുറത്തു പോകാം. അല്ലാണ്ട് നൂറ ടോപ്പ് 5 എത്തിയിട്ടൊന്നും ഇല്ല. ഈ 13ാമത്തെ ആഴ്ച ടിക്കറ്റ് ഫിനാലെ വെക്കുന്നത് 13ാമത്തെ ആഴ്ച അയാൾ മാത്രം സേവ് ആവുള്ളൂ, ബാക്കിയുള്ള എല്ലാവരും ഡയറക്റ്റ് നോമിനേഷനിൽ പോകും. ഇവരുടെ വിചാരം ഇന്ന് നോമിനേഷൻ ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചേ. അത് അക്ബറും ഷാനവാസും എല്ലാവരും കിടന്നുകൊണ്ട് നോമിനേഷനെ പറ്റി വാദോരാതെ സംസാരിക്കുക. ഷാനവാസ് എന്ന് പറഞ്ഞതിന് മണ്ടൻ അഭിപ്രായം കേട്ട് എനിക്ക് ഞെട്ടിപ്പോയി. ഞാൻ നോമിനേഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ അക്ബറിന്റെ ആര്യന്റെ കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ, അക്ബറിന്റെ നെവിന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. അപ്പൊ അവര് മാത്രം ആയി പോവില്ലേ? എടാ ഞാൻ പറഞ്ഞല്ലോ, അധിക്ഷേപിക്കുകയല്ലേ, ഇത്രയും ബുദ്ധിയില്ല ഇവർക്ക്. ഈ 13ാമത്തെ വീക്കിൽ എങ്ങനെയാണ് ഈ നോമിനേഷൻ വരുന്നേ? അത് ചിന്തിക്കണ്ടേ ഇവര്? നിങ്ങളിത് ഇതാ ഗെയിം, ഇവരാരും ബിഗ് ബോസ് കാണാത്ത ആൾക്കാരൊന്നും അല്ല. ഇവരുടെ ചിന്താശേഷി അങ്ങനെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നില്ല. കണ്ടിട്ട് വന്ന് പഠിച്ചിട്ട് വന്നവരാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇവര് പഠിച്ചിട്ട് ആരായിക്കോടത്ത് പഠിക്കേണ്ടി വന്നേക്കണം, എല്ലാരും പഠിച്ചിട്ടാ വന്നേക്കണം, എല്ലാരും ക്ലാസ് എടുത്തിട്ടാ വന്നേക്കണം. കുരുട്ടത്തരം മാത്രമേ പഠിച്ചിട്ടുള്ളൂ.
അല്ല ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ ചിന്തിക്കാൻ ശേഷിയില്ലെങ്കിൽ നിങ്ങൾ സത്യം പറയാമല്ലോ, ലൈക്ക് ബിഗ് ബോസിന്റെ ടാസ്കിന്റെ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കാൻ അറിയത്തില്ല. അങ്ങനെ ബുദ്ധിപരമായ ടാസ്ക് അവരോട് കളിക്കാറില്ല, അതൊക്കെ വേറെ കേസ്. എന്തായാലും അത് എനിക്ക് വല്ലാണ്ട് ആയിപ്പോ, ഇത്രയും ബുദ്ധിയില്ല ഇവർക്കെന്ന് ഞാൻ തന്നെ വിചാരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, സത്യം പറയാമല്ലോ. ഇനി ഈ നോമിനേഷൻ എണ്ണം പരിശോധിച്ചപ്പോൾ വേറെ കാര്യം മനസ്സിലായത്, 12 നോമിനേഷൻ കഴിഞ്ഞു. അനീഷ് 5 നോമിനേഷനകത്ത് അനീഷ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചു, അയ്യോ ഇത്ര ഉണ്ടായിരുന്നല്ലോ അനീഷ്. കാരണം 7 ആഴ്ച അനീഷ് നോമിനേഷനകത്ത് വന്നിട്ടില്ല. ലൈക്ക് അതൊരു വലിയൊരു കാര്യമാണ്. അത് ഒരു ലക്ക് കൂടെയാണ് അങ്ങനെ വരിക എന്ന് പറയുന്നത്. ടോപ്പ് 5ലേക്ക് എത്തുന്ന ഒരാള് ഒരുപാട് നോമിനേഷൻ നിന്ന് ഫ്രീ ആകുന്ന പറയുമ്പോഴത്തേക്കും അതൊരു ഒരു പാലും മുട്ടയൊക്കെ. മുട്ട 25 മുട്ട അനുവിനും നെവിനും ആയിരുന്നു. അങ്ങനെ എന്തൊക്കെയാ പരിപാടി സാർ. പിന്നെ അതിന്റെ ഇടക്ക് അക്ബർ നിന്നുകൊണ്ട് ഈ ഷാനവാസിന്റെ അനീഷിന്റെയും ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്, കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാട്ടുണ്ട്. ഷാനവാസിന്റെ ആങ്ങളെ കളി. ഇല്ലില്ല, പക്ഷെ അക്ബറിന്റെ ഈ ഒരു കുത്തുപാട്ടിന്, കുത്തുപാട്ടെന്ന് ഉദ്ദേശിക്കുന്നത് കുത്തിക്കൊണ്ടല്ല, ഈ പാട്ടിന് അല്ല കാര്യമാക്കണ്ട. പക്ഷെ അക്ബർ അത് മുന്നിൽ പോയിട്ട് ഇനി പാടൂല്ല, തീർന്നല്ലോ, ഇനിയിപ്പൊ വെറുതെ ഇരുന്നോണ്ട് അവിടെ പാടത്ത് അക്ബറിനെ ഇഗ്നോർ ചെയ്ത മൊത്തത്തിൽ മാറ്റി. അക്ബറിനെ ഇവരെ ഇന്ന് അവരാരും മിണ്ടിയിട്ടില്ല. അത് അവർ കാണിക്കുന്ന മോശമാണ്. അങ്ങനെ കോർണർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. അത് അക്ബറും നെവിനും അവിടെ പ്രത്യേകിച്ച് ഇവർക്കെതിരെ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു, ഗെയിം കളിച്ചു, ശരിയാണ്. പക്ഷെ ഇത് ഇന്നത്തെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇന്നത്തെ അക്ബറിനെ നെവിനെയും ബിഗ് ബോസിന്റെ മത്സരാർത്ഥികൾ ഒറ്റപ്പെടുത്തുമ്പോൾ, പ്രത്യേകിച്ച് ഫിനാലെ വീക്കിൽ 6 പേര് അപ്പുറത്തും ഇപ്പൊ 2 പേര് ഇപ്പുറത്താകുമ്പോഴത്തേക്കും ഓഡിയൻസ് 2 പേരിലേക്ക് ഫോക്കസ്ഡ് ആവും. ഓഡിയൻസിന് സപ്പോർട്ട് 2 പേരിലേക്ക് പോകും. അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷാനവാസിനാണ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഷാനവാസ് വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ഷാനവാസ് ഭയങ്കര എന്താ പറയണ്ട, ഒരു പവർ ആയിട്ട് ലാലേട്ടൻ്റെ അടുത്ത് കുറെ കാലം സംസാരിച്ചു, വൈകാരിയൊക്കെ മാറ്റി വെച്ചിട്ട്. അതേ ഷാനവാസ് ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യമാണ്, ഷാനവാസ് വീണ്ടും എഗെയിൻ നൂറയ്ക്കും അനുമോൾക്കും ആദിലയ്ക്കും ഒരു വലിയേട്ടനായിട്ട് നിന്ന് ഗെയിം കളിക്കാൻ വേണ്ടി ഇനിയും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് ഒതുങ്ങിപ്പോവും. ഷാനവാസിന് പ്രത്യേകിച്ച് അവിടെ, കാരണം കൂട്ടത്തി ഒരാളായി പോകും ഷാനവാസ്. ഇപ്പൊ ഇന്ന് വേറെ സംഭവം ഞാൻ പറയാം. ഇന്നിപ്പോ അനീഷ് അനുമോളുടെ ഒരു കോമ്പോ പിടിക്കുന്നുണ്ടായിരുന്നു. അത് അനീഷിന് സ്ക്രീൻ സ്പേസ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. കാരണം അനീഷ് അവിടെ അനുമോളേക്കാൾ ഫോക്കസ്ഡ് ആവുന്ന അനീഷാണ്. കാരണം അനീഷ് ഒരിക്കലും അനുമോളായിട്ട് കോംബോ പിടിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ കിച്ചണിൽ ഇരുന്നുകൊണ്ട് ഷാനവാസ് ഉൾപ്പെടെ അനീഷിനെ കളിയാക്കുന്നുണ്ട്, ആ കോംബോ കൊള്ളാം. അപ്പൊ അവിടെ അനീഷിന് സ്പേസ് കിട്ടും, നമ്മൾ അനീഷിലേക്ക് ഫോക്കസ്ഡ് ആവും. ഓക്കെ, ഇവിടെ ഇപ്പുറത്ത് അക്ബറും നെവിനും ഒറ്റയ്ക്ക് മാറിയിരിക്കുമ്പോൾ അവർ രണ്ടും കൂടെ പാട്ടൊക്കെ പാടുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ സംഗീതത്തിന്റെ കുറെ ഇതൊക്കെ പറഞ്ഞ് കളിക്കുന്നൊക്കെ ഉണ്ട്. അത് നെവിൻ ഇത്രയും സംഗീതത്തിലും മറ്റേ രാമേന്ദ്രന് സംഗീതത്തിലും പിടിയുണ്ടായിരുന്നോ എന്ന് മറ്റേ ചോദിക്കുന്ന പോലെ നെവിൻ സംഗീതത്തിലും പിടിയുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. എനിവേ, അപ്പോ ഫോക്കസ് ആവുന്നത് ഇപ്പൊ അക്ബറും നെവിനും ആവുമ്പോൾ വോട്ടും അങ്ങോട്ട് കുറെയൊക്കെ പോകും. ഇപ്പൊ ഷാനവാസ് സംഭവിക്കുന്നത്, ഷാനവാസ് ഈ ലാസ്റ്റ് മൊമെന്റിൽ വീണ്ടും ആദില, നൂറ, ഷാനവാസ് ഇങ്ങനെ കോംബോ അടിച്ച് നിന്ന് കഴിയുമ്പോഴത്തേക്കും ഷാനവാസിലേക്ക് ഫോക്കസ് വരൂല്ല, ഷാനവാസിലേക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഷാനവാസ് കാണിക്കുന്ന മണ്ടത്തരമാണ്. ഇപ്പോൾ ഷാനവാസ് അവിടെ അഗ്രസീവായിട്ട് മറ്റേ ദേഷ്യപ്പെട്ട് കളിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതേ ഷാനവാസ് എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യാം. അല്ലാണ്ട് ഇപ്പോഴും പോയിട്ട് ആദില നൂറ എന്ന് പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഷാനവാസിന് നെഗറ്റീവ് അടിക്കും. നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഷാനവാസിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് 1% പോലും കൂടില്ല. ഉള്ളത് സ്റ്റേബിളായിട്ട് നിൽക്കുമായിരിക്കാം, ചിലപ്പോൾ കുറഞ്ഞു പോയേക്കാം, മുന്നോട്ട് കൂടില്ല. അതേസമയത്ത് നെവിനും അക്ബറും അങ്ങനെയല്ല. അവർക്ക് സിമ്പതി വർക്കൗട്ട് ആയാൽ, അവരെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഒരു തരിയെങ്കിലും അങ്ങോട്ട് മുകളിലോട്ട് കൂടത്തേ ഉള്ളൂ. അതൊന്ന് ഓർത്ത് അവിടെയുള്ള ഹൗസ് മേറ്റ്സ് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കൊള്ളാം. പിന്നെ സേഫ് ഗെയിമാണ് മൊത്തത്തിൽ ഇന്നത്തെ ടാസ്ക് തന്നെ ഉണ്ടല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയിപ്പം കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്ന സെയിം ടാസ്ക് തന്നെയാണ്. അതെ. അനുവൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് എണ്ണിക്കുന്നില്ല, അനുവിനറിയാം അടുത്ത് ബെല്ലടിക്കുന്നു, അവിടെ തന്നെ അങ്ങ് നിൽക്കുവാണ് എല്ലാവരും. ഒരു എല്ലാരും സേഫ് ആയിട്ട് ഒരു സെറ്റ് പിടിക്കുന്നു, അല്ലെങ്കിൽ അതെ. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞത് ഒറ്റ കാലിൽ നിന്നോളാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ കുറെ സംഭവങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, ഒറ്റക്കാലം നിൽക്കാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞങ്ങൾ ഈ ടാസ്ക് ഞങ്ങൾ കളിച്ചപ്പിലൂടെ ഞങ്ങൾ കുറെ ഫണ്ട് കൊണ്ടുവന്നിരുന്നു അതിൻ്റെ ഇടക്ക്. കാരണം എനിക്ക് തോന്നുന്നു ഈ നോറയുടെ തലയിൽ ഈ സാധനം വെച്ചിട്ട് ഞാൻ നോറനെ കൈ ഇങ്ങനെ കിച്ചണിൽ പിടിച്ചു വെച്ചിട്ട് ഞാൻ അങ്ങനെ നോറയുടെ ഞങ്ങൾ എപ്പോഴും വഴക്കായിരുന്നില്ല, എൻ്റെ അടിയുടെ വേളമാണ്. ഞാൻ നോറയായിട്ട് പിന്നെ തമാശ കളിച്ചു തുടങ്ങുന്ന അപ്പോഴാണ്. അതായത് ഇങ്ങനെ അതിന്റെ ക്ലിപ്പൊക്കെ ടോമാഞ്ചേരി എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അവളുടെ 2 കയ്യിൽ ഇങ്ങനെ കുറെ സാധനം വെച്ച് കൊടുക്കും. അപ്പോൾ
നൂറൊക്കെ അനങ്ങാൻ പറ്റില്ല. നൂറ ഇങ്ങനെ നിൽക്കുക. കാരണം ഈ കയ്യിൽ കുറെ മറ്റേ പുട്ടൂറ്റിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവളുടെ കയ്യിൽ. ഇപ്പുറത്ത് കുറെ സാധനം വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ നിൽക്കുക. അവൾക്ക് ഇറങ്ങാനും പറ്റില്ല. എന്നിട്ട് ബെല്ലടിച്ചപ്പോഴത്തേക്ക് അവളെല്ലാം കൂടെ താഴ്ത്തിട്ട് ഇവനെ ഞാനിന്നൊന്നും പറഞ്ഞിട്ട് എന്റെ പുറകെ ഓടിയൊക്കെ വന്നിട്ടുണ്ട്. സി നമ്മളത് മാക്സിമം കോമഡി ആക്കാൻ വേണ്ടിയിട്ട് അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് വെച്ചിട്ട്. ലൈക്ക് അപ്പോൾ എന്തായാലും ആ ടാസ്കിൽ അവസാനം ആദിലയാണ് വിൻ ചെയ്ത്. അതിലേക്ക് 25,000 രൂപ കിട്ടി. ഈ ഓരോ ടാസ്കിൽ വിൻ ചെയ്യുമ്പോ അല്ല പിന്നെയും അതിനകത്ത് അടങ്ങി നിന്നു. അല്ലെ സാരിയെ മടക്കിയാണെങ്കിൽ അതിൽ തന്നെയാണ് നിന്നത്. എല്ലാരും ബാക്കിയുള്ളവർ അവിടെ അടങ്ങി തന്നെ അത് വിന്നറിന്റെ എമൗണ്ടിൽ നിന്ന് കാശ് കട്ടാന്ന് പറയുമ്പോഴേക്കും സന്തോഷം. പോട്ടെ കുറച്ചങ്ങോട്ട് പോട്ടെ. ഇത് എനിക്ക് തോന്നുന്നു ബോക്സ് വരുമ്പോഴത്തേക്ക് 15 ലക്ഷം എടുത്തുകൊണ്ട് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അതിലാണോ അറിയത്തില്ല. അങ്ങനെ ആയിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും അതും കൂടെ നമുക്ക് എന്തായാലും കാണാം. എനിവേ എന്തായാലും ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഈ വീക്കിൽ ഇങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതൽ. അടിയിടി ബഹളമൊന്നും ഒരുപാട് ഉണ്ടാവാനൊന്നും പോകുന്നില്ല. നമുക്ക് എന്തായാലും അത് കണ്ടറിയാം.